നമസ്കാരം. ഞാനിവിടെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് അധ്യാപികയാണ്. എൻ്റെ പേര് മഞ്ജു. ഞാനിവിടെ 1.5 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2015 മെയ്യിലാണ് ജോയിൻ ചെയ്തത്. ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ബയോളജി പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോന്നും ഡിവൈഡ് ചെയ്ത് ഓരോ ഷെഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്താണ് ബയോളജിയുടെ ലെസൺസ് എടുക്കുന്നത്. അവിടെ സയൻസിന്റെ ഒരു ചാപ്റ്റർ പോലും ഒമിറ്റ് ചെയ്യാണ്ട് ആ സ്കൂളിൽ എല്ലാ വിഷയങ്ങളും എടുക്കുന്നുണ്ട്. ഞാൻ ബയോളജി അധ്യാപികയല്ല, ഞാൻ സയൻസിന്റെ കെമിസ്ട്രിയാണ് എന്റെ സബ്ജക്ട്. കൊച്ചു ക്ലാസ്സുകളിൽ EVS എടുക്കുന്നു. ബയോളജി അധ്യാപിക ലക്ഷ്മി മിസ്സാണ്. പക്ഷെ എല്ലാ പ്ലാനിങ്ങിലും ഞങ്ങൾ കൂടി ചേർന്നാണ് എടുക്കുന്നത്. ബയോളജിയുടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗങ്ങളും വിട്ടുപോയിട്ടില്ല. ബയോളജിന്റെ സിലബസ് ഇസ്ലാമിക് സ്റ്റഡീസുമായി വല്ല ബന്ധമുള്ളതാണോ? NCERT സിലബസ്, NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തു പോകുന്ന ഒരു സിലബസ് ആണ്. അത് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഇൻഫ്ലുവൻസ് വാല്യൂസ് കൊടുക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നല്ല, കുട്ടിക്ക് വേണ്ട പൊതുവായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞുകൊടുത്താണ് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ എടുക്കുന്നത്. സയൻസ് ആയിക്കൊള്ളട്ടെ, ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ, മാത്സ് ആയിക്കൊള്ളട്ടെ, ഏതൊക്കെ മേഖലകളിൽ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ല രീതിയിൽ ഏത് കാര്യങ്ങളാണോ വേണ്ടേ അത് ഞങ്ങളുടെ മതാടിസ്ഥാനത്തിലാണെങ്കിലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഞ്ചതന്ത്ര സ്റ്റോറീസ് ആണെങ്കിലും തെന്നാലിരാമൻ കഥകളാണെങ്കിലും കുട്ടിയുടെ മൂല്യങ്ങൾ, കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിന് ഏത് സ്റ്റോറിയാണ് ആവശ്യമെന്നുള്ളത് അതൊരു അധ്യാപിക എന്ന നിലയിൽ ഞാനും എന്റെ സുഹൃത്ത് അധ്യാപികരും കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിന് പൂർണ്ണമായിട്ടും നല്ല പാഠങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഇസ്ലാമിക് ആകാം, ഞങ്ങൾക്ക് ഇസ്ലാമിക് പരിജ്ഞാനമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അതല്ല വേറെ മതസ്ഥരുടെ മൂല്യങ്ങളാണ് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഞ്ചതന്ത്ര കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല, പഞ്ചതന്ത്ര കഥകളും തെന്നാലിരാമൻ കഥകളും മുസ്ലിം സ്റ്റോറികളല്ല. പക്ഷെ കുട്ടികൾ എല്ലാ തരത്തിലും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന രീതിയിലും അതിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലും നമ്മുടെ സ്കൂളുകളിൽ അംഗീകൃതമായ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് ഞങ്ങളുടെ TAC, ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാഡം ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ രീതിയിലാണ് പോകുന്നത്. അത് വേറൊരു മതത്തിൽപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അത് മാറ്റിവെക്കണം എന്നല്ല. ദീപാവലിയുടെ കഥ എന്താണെന്നോ, ഓണത്തിന്റെ കഥ എന്താണെന്നോ, അതല്ല വിഷുവിന്റെ കഥ എന്താണെന്നോ, എന്തും ഏത് കഥകളും ഞങ്ങളുടെ കുട്ടികൾക്കറിയാം, പീസിലെ കുട്ടികൾക്കറിയാം. ഞങ്ങൾക്ക് എന്തറിയുന്നോ അത് ഞങ്ങളുടെ കുട്ടികൾക്കറിയാം. വാർത്തകളിൽ നിറഞ്ഞുന്ന ഒരാളാണ് പീസ് ട്രെയിനറായ അബ്ദുൾ റാഷിദ് എന്ന് പറഞ്ഞ സാറ് പരിചയമുണ്ടോ? റാഷിദ് സാറ് ഞങ്ങളുടെ ഹെഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഡിസംബർ കഴിഞ്ഞ 2015 ഡിസംബർ ജനുവരി വരെ ആ സമയങ്ങളിൽ സാർ ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സാറ് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. റാഷിദ് സാറ് സാറ് ഞങ്ങളുടെ ഈ സയൻസിന്റെ ഹെഡായിരുന്നു, സയൻസിന്റെ HOD ആയിരുന്നു സാറ്. അദ്ദേഹം ഇപ്പൊ പോയിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങള് അതേപോലെ നിയമപാലകരൊക്കെ പറയുന്ന IS-ലേക്ക് പോയി എന്നാണ്. IS-നെ കുറിച്ച് അറിയാലോ? IS-നെ കുറിച്ചിട്ട് ആണെന്നുള്ളത് പേപ്പറുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇല്ല സാറ്, ഞങ്ങളുടേതായ വിഷയങ്ങളിൽ ഞങ്ങൾ എത്രമാത്രം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ടിപ്സാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. ഒരു ലെസൺ എങ്ങനെ എടുക്കണം, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് എങ്ങനെ എടുക്കണം എന്നുള്ളത് സയൻസ് വിഷയത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങളുടെ അടുത്ത് സാറ് സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ പാഠ്യപദ്ധതിയെക്കുറിച്ച് മാത്രമേ സാറ് സംസാരിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് നേരമേ സാറിനോട് സംസാരിച്ചിട്ടുള്ളൂ. അത്രയും സാർ എങ്ങനെ ഒരു നല്ല ടീച്ചറാകാം എന്നാണ് പഠിപ്പിച്ചു തന്നിരുന്നത്. അതെ, അതെ, ഞങ്ങളൊരു കുടുംബമായിട്ടാണ് കഴിയുന്നത്. ഇവരൊക്കെ നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത്? പീസ് ഫാമിലിയാണ് സാർ ഉദ്ദേശിക്കുന്നത്. പീസ് ഫാമിലി അല്ല, നിങ്ങളുടെ സാമൂഹിക ചുറ്റുപാടുകൾ, ഞങ്ങളുടെ വീടുകളും നാട്ടുകാരുടെയും ഒക്കെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ മുഖത്തുള്ള സന്തോഷം, എന്നും രാവിലെ ആ സ്കൂളിലേക്ക് പോകാനുള്ള ഉത്സാഹം കാണുമ്പോൾ ആൾക്കാർക്കറിയാം ആ സ്കൂളിനോട് എത്രമാത്രം ഞങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. അത് അവരുടെ സ്നേഹമാണ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്.
അതായത് നമ്മൾക്ക് വേറൊരു സ്കൂളിൽ അധ്യാപികയായിട്ട്, ഞാൻ ഇതിനു മുമ്പ് 6 സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു അധ്യാപികയാണ്. വേറൊരു സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, ഈ സ്കൂളിൽ കിട്ടുന്ന സ്നേഹവും സംരക്ഷണവും പ്രത്യേകിച്ചും ഞങ്ങളോട് കാണിക്കുന്ന ബഹുമാനവും എല്ലാം, ഇപ്പോ നോമ്പ് കാലമാണെങ്കിൽ കൂടിയും ഈ സ്കൂളിൽ ആന്റിമാരാണെങ്കിലും ആരും ഭക്ഷണം കഴിക്കാത്തൊരു ടൈമിൽ കൂടെയും ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചായ സ്കിപ്പ് ചെയ്ത് പോകാണ്ട്, ഞങ്ങളുടെ ഫുഡ് സ്കിപ്പ് ചെയ്ത് പോകാണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന കാര്യങ്ങളും ഞങ്ങളുടേതായ ഒരു പേഴ്സണൽ കൺസിഡറേഷൻ ടീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, ആന്റിമാരായിക്കൊള്ളട്ടെ, ഫുൾ സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, ഞങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹവും ബഹുമാനവുമാണ് ഞങ്ങളെ ഇതിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഡാർവിന്റെ തിയറി, പരിണാമ സിദ്ധാന്തം എന്നല്ലേ ഈ സബ്ജക്ട് അവിടുത്തെ പഠിപ്പിക്കുന്നതാണ് മീഡിയാസ് ഇപ്പൊ ഇഷ്യൂ ആക്കിയിട്ടുള്ളത്. മാഡത്തിന് എന്താണ് തോന്നിയിട്ടുള്ളത്, എന്താണ് പറയാനുള്ളത്? കുറെയൊക്കെ മീഡിയാസ് ഇഷ്യൂ ആക്കുന്നത് ബേസ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ചാൾസ് ഡാർവിന്റെ തിയറി കുട്ടികളെ NCERT ബുക്ക് ആസ്പദമാക്കി നമ്മൾ പഠിപ്പിക്കുന്നു. അതിനും മതവുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. പിന്നെ എല്ലാ മതത്തിലും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ ചോദിച്ചാലും ആദിപരാശക്തിയിൽ നിന്ന് ജനങ്ങളുണ്ടായി എന്ന് പറയുന്നു. ദെൻ ക്രിസ്ത്യാനിറ്റി ചോദിച്ചാലും ആദം ഹവ ക്രിസ്തു അതിൽ ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്നു. അതുപോലെ ഇസ്ലാം മതത്തിലും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അത് വിശ്വാസങ്ങളാണ്, അവർ അംഗീകരിക്കുന്ന വിശ്വാസങ്ങളാണ്. അത് കുട്ടികളുടെ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും ആ സ്കൂളിൽ നടക്കുന്നില്ല. അവരുടെ ഇസ്ലാമിക് വിശ്വാസങ്ങൾ സയൻസുമായിട്ടോ ഇംഗ്ലീഷുമായിട്ടോ ബന്ധപ്പെടുത്തി ഒന്നുമില്ല. പക്ഷെ ആ മതത്തിലുള്ള നല്ല മൂല്യങ്ങൾ കുട്ടികൾക്ക് എത്തണമെന്ന് ആ സ്കൂളിന് അത് ആവശ്യമുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങളത് കൊടുക്കുന്നുമുണ്ട്. നല്ല കാര്യങ്ങൾ ആ കുട്ടികൾ പഠിക്കണം എന്നുള്ളത്. ഇപ്പോ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങളൊക്കെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? സാർ, അതൊരു ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള പത്രവാർത്തകൾ വായിക്കുമ്പോൾ വളരെ വിഷമമാണ്. കാരണം ഒരു ചാനലിൽ റിപ്പോർട്ട് ചെയ്തതാണ്, ക്രൈം ഫയൽ എന്നാണെന്ന് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ടിവിയിൽ കണ്ടു, പെൺകുട്ടികൾക്ക് സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഈ സ്കൂൾ കൊടുക്കുന്നില്ല എന്ന്. കഴിഞ്ഞ കൊല്ലം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ മേഴ്സിക്കുട്ടൻ സ്പോർട്സ് അത്ലറ്റ് മേഴ്സിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്ത ആ സ്പോർട്സ് അത്ലറ്റിന്റെ പിക്ചേഴ്സ് നോക്കിയാൽ അറിയാം, റിലേയുടെ ചാർജ് ഞാനായിരുന്നു. പെൺകുട്ടികളുടെ റിലേയുടെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഇതിന്റെയൊക്കെ ചാർജ് ഞാനായിരുന്നു. ആ പിക്ചേഴ്സ് നോക്കിയാൽ അറിയാം എത്രമാത്രം പെൺകുട്ടികള് എത്ര ജോഷ്, എത്ര ഉത്സാഹത്തോടെയാണ് ഈ സ്കൂളിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതും അവർക്ക് എത്ര ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതും. അപ്പോൾ ഈ സത്യസന്ധമല്ലാത്ത വാർത്തകൾ കാണുന്ന വിഷമമല്ലാണ്ട് സ്കൂളിനെ പൂർണ്ണമായിട്ടും അറിയുന്ന രീതിയിൽ, അവരുടെ സ്നേഹമായ പെരുമാറ്റം അറിയുന്ന രീതിയിൽ വേറെ വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല. സത്യം എന്തിനു മറച്ചു വയ്ക്കുന്നു എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. 6 കുട്ടികളെ മതപരിവർത്തനം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. മറ്റ് മതങ്ങളിൽ നിന്ന് ഹിന്ദു മതങ്ങളിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് 6 കുട്ടികൾ മതപരിവർത്തനം ചെയ്തു. ഇനി 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ്, മതപരിവർത്തനം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നാണ് മറ്റൊരു ആരോപണം. എന്താണ് 1.5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ടീച്ചേഴ്സുമൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്നതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. ഈ സ്കൂളിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള മതപരിവർത്തനവും നടത്തുന്നില്ല. നമ്മൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന ടൈം ആണെങ്കിലും മാം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് അവരുടേതായ ബുക്കുകളെ കുറിച്ചുള്ള അറിവുകൾ കൊടുക്കാൻ ഈ സ്കൂളിന് ഇപ്പോൾ പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളുടെ അറിവുകൾ പറഞ്ഞു കൊടുക്കൂ. ഹിന്ദു കുട്ടികളുണ്ട്, അവരെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് അവർക്ക് അവരുടേതായ ഗീതയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ രാമായണം കഥകളോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്നാണ്. ഹിന്ദു ടീച്ചേഴ്സിന്റെ അടുത്ത്, ക്രിസ്ത്യൻ ടീച്ചേഴ്സിന്റെ അടുത്താണെങ്കിലും ബൈബിളിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അവരുടെ ടൈം നിങ്ങൾ അങ്ങനെ യൂസ്ഫുൾ ആക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. ഞങ്ങൾ അത് തുടർന്ന് ചെയ്യുന്നുമുണ്ട്. ഇവരുടെ മുസ്ലിം കുട്ടികളല്ലാത്ത കുട്ടികളോട് പഠിക്കുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു പരാതി, ഒരു ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതിയും ഇതുവരെ തന്നിട്ടില്ല, ഇനി തരികയുമില്ല. കാരണം അത്രമാത്രം ഡിസിപ്ലിനോടും കെയറോടും കൂടിയാണ് അവർ കുട്ടികളെ നോക്കുന്നത്. ഞങ്ങള് പഠിച്ച കാലത്തെ പോലെയല്ല ഞങ്ങളുടെ കുട്ടികളോട് പെരുമാറുന്ന. അവരുടെ കൂടെ കളിച്ചും അവരുടെ കൂടെ ഉണ്ടും അവരുടെ കൂടെ
എന്താ പറയുന്നേ, പഠിപ്പിക്കുന്നതും അതൊരു വിനോദത്തിലൂടെയാണ് ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നത്. ആ കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷമുള്ള മുഖത്തോടെ വീട്ടിൽ ചെല്ലണം. രാവിലെ അവർ വരുമ്പോൾ പി സ്കൂളിലേക്ക് വരുന്നതിന്റെ ആ ഒരു പ്രകാശം അവരുടെ മുഖത്ത് ഉണ്ടാകണം. ആ തരത്തിലാണ് ഞങ്ങൾ കുട്ടികളോട് പെരുമാറുന്നത്. അതുകൊണ്ട് ആ സ്കൂളിലെ 100% പേരൻസും നോൺ മുസ്ലിംസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ, ദേ ആർ ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദ സ്കൂൾ, ദ വേ ദ സ്കൂൾ ഈസ് ട്രീറ്റിംഗ് ദർ ചിൽഡ്രൻ. ഞങ്ങളുടെ സ്വന്തം കുട്ടികൾ എങ്ങനെ സ്കൂളിൽ നിന്ന് മടങ്ങി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് പെരുമാറുന്നത്. അത് ഞങ്ങളുടെ കുട്ടികളാണ്, സ്വന്തം കുട്ടികൾ. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ടീച്ചറല്ലാത്ത വേറെ ദീപ ടീച്ചർ, അതേപോലെ ലിത ടീച്ചർ, ഇവരുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തിരുന്നു, പബ്ലിഷ് ചെയ്തിരുന്നു. ആ സമയത്ത് വന്ന കമന്റ്സുകള് അവർക്ക് ഒരുപാട് പൈസയും ഓഫറുകളും കിട്ടിയിട്ടാണ് അവർ പറയുന്നത്. ഇപ്പൊ മാഡത്തിന് എന്തെങ്കിലും ഓഫറുകൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്? എനിക്കൊരു പൈസയും ഓഫറും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഉപജീവനത്തിന് വേണ്ടി ഒരു സ്ഥാപനത്തിനെ ആശ്രയിക്കുന്ന എത്രയോ പേരുണ്ട്. ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ശരിക്കും ഞാനൊരു മാസം ഭക്ഷണമില്ലാണ്ട് വീട്ടിലിരുന്നാൽ, അല്ലെങ്കിൽ 2 മാസം ജോലിയില്ലാണ്ട് വീട്ടിലിരുന്നാൽ ഒരാളും എന്നോടത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കില്ല, എന്താ ഭക്ഷണമില്ലാണ്ട് വീട്ടിലിരിക്കുന്നതിന്. പക്ഷെ ഇങ്ങനെ മീഡിയ പ്രചരിപ്പിക്കുന്ന കഥകൾ കേട്ട് പലതും വിളിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ പുതുതായിട്ടൊരു സ്നേഹം ഉണ്ടായതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പട്ടിണി മാറ്റാനും സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധകൾ തിരിക്കണമെന്നാണ് മീഡിയയോടുള്ള ഒരു അഭിപ്രായം. പുരോഗതിക്ക് വേണ്ടി, സൊസൈറ്റിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ. അപ്പൊ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു സന്തോഷം അവർക്ക് കൊടുക്കുക, സ്നേഹം എന്തെന്ന് അവരുടെ അറിയിക്കുക, സത്യസന്ധത എന്തെന്ന് അവരെ അറിയിക്കുക. അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. സത്യസന്ധമായ വാർത്തകൾ മാത്രം പുറത്തു കൊണ്ടുവരിക. ഇതിപ്പോ മാഡത്തിന്റെ ഇപ്പോ ഉള്ള ഈ ഇന്റർവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് സപ്പോർട്ടിംഗ് കമന്റ്സ് ഉണ്ടാവും, മാഡത്തിനെ എതിർക്കുന്ന കമന്റ്സുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും എതിർക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്യുന്നവരോട് സന്തോഷമുണ്ട്, കാരണം അവരെന്റെ സ്ഥാപനത്തെ മനസ്സിലാക്കി, എന്നെ മനസ്സിലാക്കി എന്നുള്ള സന്തോഷമുണ്ട്. എതിർക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾ ഒന്ന് അന്വേഷിക്കൂ സ്ഥാപനത്തെക്കുറിച്ച്, സത്യം എന്തെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് കൊണ്ടുവരൂ. കാരണം നമുക്കറിയാത്തതിനെ കുറിച്ച് കഴിവതും നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അകത്തുള്ള ആൾക്കേ സത്യം എന്തെന്ന് അറിയുള്ളൂ. ഞങ്ങളെല്ലാവരും അകത്തുള്ളവരാണ്. പിന്നെ ഒത്തിരി കാരുണ്യപരമായ കാര്യങ്ങൾ ഈ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ ചെന്നൈ ഫ്ലഡ്സിന് കൊടുത്ത സപ്പോർട്ട്, ചെന്നൈ ഫ്ലഡ് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ കൊടുത്ത സപ്പോർട്ട്, അതുകൂടാണ്ട് കാരുണ്യപരമായിട്ട് ചവറ സ്കൂളുകളിൽ കുട്ടികളെ പോയി കണ്ടു കൊടുക്കുന്ന സപ്പോർട്ടുകൾ, ആ കുട്ടികളുടെ കൂടെ ഒരു ദിവസം നമ്മൾ ചെലവഴിക്കുക ചവറ മെന്റൽ സ്കൂളിൽ ചെന്നിട്ട്, അതുകൂടാണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന വസ്ത്രം, ഭക്ഷണം, അങ്ങനെ ഇഷ്ടംപോലെ കാരുണ്യപരമായ കാര്യങ്ങൾ ജാതി മതഭേദമില്ലാതെയാണ് ഈ സ്കൂൾ ചെയ്യുന്നത്. അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റിക്ക് മാത്രം കൊടുക്കുക, അങ്ങനെ ചിന്തിക്കുന്നില്ല. ആർക്കാണോ ആവശ്യം, അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, അവരുടെ ആവശ്യം നടക്കണമെന്നാണ് മാനേജ്മെന്റ് ഞങ്ങളോട് പറയാറുള്ളത്. പിന്നെ ഭർത്താവ് ഇതേപോലെ ഇപ്പൊ ഈ വാർത്തകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പീസിനകത്തുള്ളതാണ്. അതെ. ഹസ്ബൻഡ് അത്രത്തോളം അറിഞ്ഞോളുന്നില്ല, അദ്ദേഹത്തിന് പിന്നെ പുറത്തുള്ള ആളായിരിക്കും. അത് ഒരു ഉദാഹരണമായിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം 100% എന്റെ സ്കൂളിനെ നന്നായിട്ട് അറിയുന്ന ഒരു ഹസ്ബൻഡാണ് എന്റെ വാർത്തയിൽ. അതൊരു ഉദാഹരണമായിട്ട് പറയാം, അത്രേ ഉള്ളൂ. സപ്പോർട്ടാണ്, പൂർണ്ണമായിട്ടും സപ്പോർട്ടാണ്. കാരണം ഈ സ്കൂളിലെ എല്ലാ പരിപാടികളിലും എന്നെ കൊണ്ടാക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും, സ്കൂൾ ബസ് ഫെസിലിറ്റി ഇല്ലാത്തൊരു ദിവസമുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്, എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ്. ഇന്ന് ഈ പരിപാടിക്കും എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരു സത്യം, ആക്ച്വലി ഞാൻ ഐ എം ടെലിംഗ് ദ ട്രൂത്ത്, ആക്ച്വലി ഹി കെയിം ടു നോ അബൌട്ട് എവറിത്തിങ് ഇൻ ദ മോർണിംഗ് ഇറ്റ് സെൽഫ്. ഉച്ചയായിട്ടും എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അപ്പം സ്കൂളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ എന്റെ അടുത്ത് രാവിലെ എന്തിനു വേണ്ടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു? നീ ജോലി ചെയ്യുന്ന സ്കൂൾ നിന്നേക്കാളും നന്നായിട്ട് വേറെ ആർക്കും അറിയാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇത് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. സന്തോഷമായിട്ട് സ്കൂളിൽ പോയി ജോലി ചെയ്യുക, അതാണ് പറഞ്ഞിരിക്കുന്നത്.